بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه حدثنا الحسن بن الصباح سمع جعفر بن عون قال حدثنا أبو العميسي قال أخبرنا قيس بن مسلم عن طارق بن شهاب عن عمر بن الخطاب رضي الله عنه وعنهم أن رجلا من اليهود قال له يا أمير المؤمنين آية في كتابكم تقرؤونها لو علينا معشر اليهود نزلت لاتخذنا ذلك اليوم عيدا قال أي آية هي قال اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فقال عمر قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفة يوم جمعة إيمان يزيد وينقص باب زيادة الإيمان ونقصانه നമ്മുടെ ബാബ് ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും എന്ന് വിശദീകരിക്കുന്ന ബാബിലാണ് ഈ ഹദീസ് ഇമാം ബുഖാരി ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. വേറെയും 3 സ്ഥലത്ത് ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണിത്. ആദ്യമായി നമുക്ക് സനദിലെ റാവികളെ പരിചയപ്പെടാം. 1, ഈ ഹദീസിൽ 5 റാവികളാണുള്ളത്. 1 ഹസൻ അബൂ അലി ഇബ്നു സ്വബ്ബാഹ് എന്ന് പറയുന്ന മഹാൻ, സ്വബ്ബാഹ് ബിതസ്ദീദിൽ ബായിൽ മുവഹദ, ഇബ്നു മുഹമ്മദ് അൽ ബസ്സാർ റളിയല്ലാഹു അൻഹു. അവർ ബഗ്ദാദിലായിരുന്നു താമസം. അവർ അന്നത്തെ കാലത്ത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. കാല മിൻ ഖിയാരിന്നാസ്. വഖാല അഹ്മദ് ബിൻ ഹംബലിൻ സിഖത്തുൻ സ്വാഹിബു സുന്ന. അവർക്ക് ഹസൻ അബൂ അലി ഇബ്നു സ്വബ്ബാഹ് എന്നവർക്ക് സ്വന്തമായി കിതാബുള്ളവരാണ്. സ്വാഹിബു സുന്ന, സുന്നത്തിൻ്റെ ആളാണ്. വമാ യഅതി അലൈഹി യൗമുൻ ഇല്ലാ വഹുവ യഫ്അലു ഫീഹി ഖൈറാ. മഹാനവർകളുടെ അടുക്കൽ ഒരു ദിവസം കഴിഞ്ഞു പോകൂല, ആ ദിവസത്തിൽ എന്തെങ്കിലും പുതിയതായ ഒരു ഖൈർ ചെയ്തിട്ടല്ലാതെ ഉണ്ടാവില്ല. അവരെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം അബൂ ദാവൂദ്, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ തുർമുദി തന്നെ അവരെ തൊട്ട് മറ്റൊരാൾ വാസിത്തയായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വഫാത്ത് ബഗ്ദാദിലാണ്. സനത്ത 260 ഫീമാ ദക്കറ മുഹമ്മദ് ബിൻ ത്വാഹിർ വബിൻ അസാക്കിർ.
മുഹമ്മദ് ബിൻ താഹിർ എന്നവരും ഇബ്നു അസാക്കിർ എന്നവരും പറഞ്ഞത് പ്രകാരം അവരുടെ വഫാത്തുള്ളത് 260-ലാണ്. മുഹമ്മദ് ബിൻ സുറൂറുൽ മഖ്ദിസി എന്നവരും കലാബാദി എന്നവരും പറയുന്നത് തോഫിയ സനത്ത 249-ലാണ്. മറ്റേ 260 11 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ബുഖാരി ഇമാം ബുഖാരിയുടെ വഫാത്തിൻ്റെ മുമ്പ് തന്നെയാണ് അവിടെ വഫാത്ത്. ജന്നൽ ബുഖാരിയ തോഫിയ സനത്ത 256-ലാണല്ലോ ഇമാം ബുഖാരി. അപ്പോൾ അവരുടെ വഫാത്ത് ബുഖാരിയാണ് ആദ്യം വഫാത്തായത് 260-ലാവുമ്പം. നമ്മുടെ ഈ സനദിലെ റാവികളിൽ രണ്ടാമത്തെ ആള് ജഅഫർ ബിൻ അവൻ ജഅഫർ ബിൻ അംർ ബിൻ ഹുറൈസ് അൽ മഖ്സൂമി അബൂ അവൻ എന്നിവരാണ്. ഇബ്നു മഈൻ പറയുന്നത് ഹുവ സിഖത്തുൻ. വഖാല അഹ്മദ് നബൽ തങ്ങൾ പറയുന്നു റജുലുൻ സ്വാലിഹുൻ ലൈസ ബിഹി ബഅസുൻ, കുഴപ്പമില്ലാത്ത സ്വാലിഹായ റജുലാകുന്നു. അവിടെ വഫാത്ത് നടക്കുന്നത് കൂഫയിലാണ് 207. അവർക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്. മൂന്നാമത്തെ ആള് അബുൽ ഉമൈസ് ബിളമ്മിൽ ഐനിൽ മുഹ്മല വഫത്ഹിൽ മീമി സുകൂനിൽ യായി അബുൽ ഉമൈസ് എന്നിവരാകുന്നു. അവരുടെ പേര് അവിടെ കുഞ്ഞത്തലമാണ് അബുൽ ഉമൈസ്. അവിടെ പേര് ഉത്ബത്ത് ബിൻ അബ്ദില്ലാഹി ബിൻ മസൂദ് അൽ ഹുദലിയോ അൽ മസൂദിയോ അൽ കൂഫിയോ. യഹ്യ ബിൻ മഈൻ അഹ്മദ് നബൽ അവർ രണ്ടാളും പറയുന്നു സിഖത്തുൻ, വിശ്വസ്തരാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളാണ്. അതൊക്കെ മഹാന്മാരെന്ത് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. ഇമാം ബുഖാരി അവരുടെ കിതാബിൽ കൊണ്ടുവന്ന ആളാവുമ്പോൾ പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള വിഷയങ്ങളൊന്നും. തോഫിയ സനത്ത 120-ലാണ് അവിടെ വഫാത്തുള്ളത്. അവർക്കും ധാരാളം ശിഷ്യന്മാരുണ്ട്. നാലാമത്തത് കൈസ് ബിൻ മുസ്ലിം എന്നവരാണ്. അവരെ വിളിക്കുന്ന കുഞ്ഞത്തലം അബൂ അംർ അൽ ജദലിയു അൽ കൂഫിയു അൽ ആബിദു. അവര് വലിയ അറിയപ്പെട്ട ആബിദാണ്. സമിയ ത്വാരിഖ് ബിൻ ശിഹാബ് ഓ മുജാഹിദൻ ഓ ഇറഹുമ. ഈ സനദിൽ പറയുന്ന സ്വഹാബിയായ ത്വാരിഖ് ബിൻ ശിഹാബ് എന്നവരെയും മുജാഹിദ് എന്നവരെയും എല്ലാത്തവരെയും കേട്ടിട്ടുണ്ട്. അവരെ തൊട്ടാണ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മിസ്അർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വഫാത്ത് നടക്കുന്നത് 120-ൽ തന്നെയാണ്. അഞ്ചാമത്തെ ആൾ സനദിൽ ത്വാരിഖ് ബിൻ ശിഹാബ് ബിൻ അബ്ദി ശംസ് ബിൻ സലമത്ത് ബിൻ ഹിലാൽ ബിൻ ഔഫ് ബിൻ ജുസം ബിൻ ളുഫർ ബിൻ അംർ ബിൻ ലുഅയ് ബിൻ റഹ്ം ബിൻ മുആവിയത്ത് ബിൻ അസ്ലം ബിൻ അഹ്മസ് ബത്നും മിൻ ബുജൈല സ്വഹാബിയുൻ. മഹാനായ ത്വാരിഖ് ബിൻ ശിഹാബ് എന്നവർ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്. വഅദ്റക്കൽ ജാഹിലിയ കാലത്തെയും എത്തിച്ചവരാകുന്നു അവർ. وغزا في خلافة أبي بكر وعمر بن الخطاب رضي الله عنهما 43. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്ത് കാര്യമായ പട്ടാളക്കാരനായിരുന്നു. 43 യുദ്ധങ്ങളിൽ മഹാനവറുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ജീവിതം തന്നെ ഇസ്ലാമിക ജിഹാദിലായും കൊണ്ട് കാലം കളഞ്ഞവരാണ് ത്വാരിഖ് ബിൻ ശിഹാബ് എന്നവർ. അവർ ഖുലഫാഉൽ അർബഅ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിടത്തൊട്ടും സ്വഹാബത്തുകളിൽ നിന്ന് ധാരാളം സ്വഹാബികളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ പ്രത്യേകത. അവർ വലിയ മുജാഹിദാണ്. ഏത് സമയത്തും പട്ടാളത്തിലാണ് ഉണ്ടാകുക, യുദ്ധരംഗങ്ങളിലാണ് ഉണ്ടാകുക. അതോടുകൂടെ വലിയ ആലിമും ഹദീസിൻ്റെ റാവിയുമായിരുന്നു. കൂഫയിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ വഫാത്ത് നടക്കുന്നത് 120-ലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല. റാജിഹായ അഭിപ്രായമുള്ളത് അവരുടെ വഫാത്ത് നടക്കുന്നത് 284-ലാണ് എന്നുള്ളതാണ്.
120 എന്നുള്ളതിൽ വഹമാണെന്ന് മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ല. 83 അവിടെ വഫാത്തുള്ളത്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റആ ത്വാരിഖുൻ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം. ത്വാരിഖ് ബിൻ ശിഹാബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. വലം യസ്മഅ മിൻഹു, നബി തങ്ങളെ വക്കൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. വലം യസ്മഅ മിൻഹു ശൈഅ. അവര് സ്വഹാബിയാണ്. ഖിലാഫുണ്ട്. അത് ഖിലാഫ് ഈ നിരക്കായിരിക്കും. നബി തങ്ങളെ തൊട്ട് കണ്ടാൽ മാത്രം പോലെ ഹദീസ് റിപ്പോർട്ട് കൂടി ചെയ്തെങ്കിലേ സ്വഹാബിയാവുള്ളൂ എന്ന അഭിപ്രായപ്രകാരം ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും നബി തങ്ങളെ തൊട്ട് ഹദീസ് പ്രത്യേകമായി കേൾക്കാത്തത് കൊണ്ടും അവരേതല്ല, സ്വഹാബിയല്ല എന്ന് പറയാം. എന്നാൽ നബി മുസ്ലിമായി നബി തങ്ങളെ കണ്ടിട്ടുണ്ട്. അതാണ് സ്വഹാബിൻ്റെ യഥാർത്ഥ തഅരീഫ്. ആ നിരക്ക് മാനവർകൾ സ്വഹാബിയുമാണ്. ഈ സനദിലെ 6ാമത്തെ ആള് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകളാണ്. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സംഭവം? അന്ന റജുലൻ മിനൽ യഹൂദ്, യഹൂദികളിൽപ്പെട്ട ഒരു റജുല്. യഹൂദ് എന്ന് പറയുന്നത് ആ കബീലക്ക്, ആ ഒരു വകുപ്പിന്, കബീലല്ല, അവരൊരു വിഭാഗമല്ലേ, ആ വിഭാഗത്തിന് പറയുന്ന പേരാണ്. അവരുടെ ഒരാൾക്ക് വേണ്ടി പറയൽ യഹൂദിയ്യ്. യഹൂദിയ്യ് എന്ന് പറഞ്ഞാൽ ഒരു യഹൂദി. അൽ യഹൂദ് എന്ന് പറഞ്ഞാൽ ആ ജൂതവംശം. ആ ജൂതന്മാരിൽ നിന്നുള്ള ഒരു റജുല് കാല, അയാൾ പറഞ്ഞു, ലഹു നബി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ആയത്തുൻ ഫീ കിതാബിക്കും, നിങ്ങളുടെ കിതാബിലുള്ള ഒരു ആയത്ത്, മഹത്തായ ആയത്ത്, തൻവീൻ തഅ്ലീമിനിക്കാക്ക, ആയത്തും ഫീ കിതാബിക്കും, നിങ്ങളുടെ കിതാബിലുള്ള മഹത്തായ ഒരു ആയത്ത്, നിങ്ങളുടെ ആയത്താണ്. തഖ്റഊനഹ, ആ ആയത്തിനെ നിങ്ങൾ ഓതുന്നു. അങ്ങനെയുള്ള മഹത്തായ ഒരു ആയത്ത്, ലൗ അലൈന, അത് ഞങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ടതാണെങ്കിൽ, മഅ്ശറൽ യഹൂദ്, ഞങ്ങൾ എന്നത് കൊണ്ട് ഞാൻ പ്രത്യേകമാക്കുന്നത് യഹൂദി വിഭാഗത്തെയാണ്. അങ്ങനെ യഹൂദി വിഭാഗമാകുന്ന ഞങ്ങളുടെ മേലിൽ ആ ആയത്ത് നസലത്ത്, ആയത്ത് ഇറങ്ങുകയാണെങ്കിൽ, ലത്തഖദ്നാ ദാലിക്കൽ യൗമ, ആ ആയത്ത് ഇറങ്ങിയതായ ദിവസത്തെ ഞങ്ങളാക്കുമായിരുന്നു ഈദാ, ആഘോഷ ദിവസമാക്കുമായിരുന്നു. വലിയ ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ ദിവസം, ഒരു ആഘോഷ ദിവസം, വാർഷികാഘോഷ ദിവസമാക്കും. ഈദ് എന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കൽ വാർഷികാഘോഷത്തിനാണെങ്കിലും പൊതുവേ ആഘോഷം എന്ന അർത്ഥത്തിനൊക്കെ ഉപയോഗിക്കലുണ്ട്. അതുകൊണ്ടാണല്ലോ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാഖീൻ വഈദുൽ ലിൽ മുഅ്മിനീൻ എന്ന് പറയുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച കൊല്ലത്തിലുണ്ടല്ലോ, ആഴ്ചയിലുണ്ടല്ലോ. അപ്പോൾ ഈദ് എന്നത് കൊല്ലത്തിൽ ആവർത്തിച്ച് വരുന്നതാണെന്ന് എനിക്കും പറയും, പൊതുവെ ആഘോഷങ്ങൾക്കും പറയും. ആ പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ആ ദിവസം ആഘോഷം ഒരു വാർഷികാഘോഷമാക്കി മാറ്റും. ഇവിടെ അങ്ങനെ വെക്കാൻ കാരണം ഒരു ദിവസത്തിലുള്ള ആ ദിവസം എന്ന് പറയുന്നത് ആവർത്തിച്ച് വരുന്ന ദിവസമാണല്ലോ. കാല, ശേഷമുള്ള കൊള്ള നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് രണ്ടർത്ഥം വെക്കണം. ആഘോഷം എന്ന് വെച്ചാൽ മതി, വാർഷികാഘോഷം എന്ന് വെക്കേണ്ടതില്ല. ഖാല, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു ആയത്തിൻ ഹിയ, ആ പറയുന്ന ആയത്ത് ഏതാണ് ഒന്ന് കേൾക്കട്ടെ. ഖാല, ആ ജൂതൻ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ വെച്ച് അവസാനമായി ആയത്താണ് എന്ന് പറയപ്പെടുന്ന ആയത്ത്. അതല്ല വേറെ ആയത്താണെന്നും അഭിപ്രായമുണ്ട്. അവസാനമായി ഇറങ്ങിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ആണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഈ ആയത്ത് ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് ഇറങ്ങിയതായ ആയത്താണ് ഈ ആയത്ത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത്
ഞങ്ങളുടെ മേലിൽ ജൂതന്മാരുടെ മേൽ ഇറക്കുകയാണെങ്കിൽ അത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ വലിയ ആഘോഷ ദിവസമായി, വാർഷികാഘോഷമായി ഞങ്ങൾ നടത്തും. ആ ദിവസത്തെ ഞങ്ങൾക്ക് വലിയ സംഭവമായിരിക്കും. അന്ന് ഞങ്ങളൊരു പ്രത്യേക ദിവസമായി തിരഞ്ഞെടുത്ത് ഞങ്ങളത് ആഘോഷിക്കും. ഫഖാല ഉമറു റളിയല്ലാഹു അൻഹു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗമ, ആ ദിവസത്തെ ഞങ്ങൾക്കറിയാമല്ലോ. വൽ മകാന അല്ലദീ നസലത്ത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഏത് സ്ഥലത്ത് വെച്ചാണോ ഇറങ്ങിയത് എങ്കിൽ ആ സ്ഥലവും ഞങ്ങൾക്കറിയാം, ഏത് ദിവസത്തിലാണ് ഇറങ്ങിയത് അതും ഞങ്ങൾക്കറിയാം. വഹുവ, ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നത് ഖായിമുൻ ബി അറഫത, അറഫയിൽ നിൽക്കുന്നവരാണ്. യൗമ ജുമുഅത്തിൻ, വെള്ളിയാഴ്ച ദിവസത്തിൽ. ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നബി തങ്ങൾ അറഫയിൽ നിൽക്കുന്നവരായ ഘട്ടത്തിൽ ആണ് അത് ഇറങ്ങിയത്. അപ്പം ഇറങ്ങിയത് എന്താ, ഏത് ദിവസമാണ്? വാർഷികമുള്ളത് ചേർത്ത് നോക്കുമ്പം അറഫ ദിവസം. ആഴ്ചയുടെ ദിവസം ഏതാണ്? വെള്ളിയാഴ്ച. എപ്പോഴാണ്? നബി തങ്ങൾ അർഫയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം നബി തങ്ങൾക്ക് ഇത് ഇറങ്ങുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, ദിവസം ഞങ്ങൾക്കറിയാം, നബി തങ്ങളുടെ ഹാലെന്താണെന്ന് ഞങ്ങൾക്കറിയാം. മുഴുവനും വളരെ വ്യക്തമായി ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ദിവസത്തെ ഞങ്ങൾ വളരെയധികം ആഘോഷിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച ഞങ്ങൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആ വെള്ളിയാഴ്ചക്ക് വേറെയും ധാരാളം മഹത്വങ്ങളുണ്ട്. അതോടുകൂടെ അല്യൗമ അക്മൽതു ലക്കും എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചതായ ആ ദൗത്യം പൂർത്തിയാക്കുന്ന അല്ലാഹു തആലാന്റെ പൊരുത്തമെല്ലാം നിഅമത്തെല്ലാം മുഅ്മിനീങ്ങളുടെ മേൽ പൂർത്തിയാക്കി കൊടുത്ത ദിവസം. അത് ഞങ്ങൾക്ക് രണ്ട് നിലക്കുള്ള വാർഷികാഘോഷ ദിവസവുമാണ്. അത് ഞങ്ങൾക്ക് ആഴ്ചയിലുള്ള ആഘോഷ ദിവസവുമാണ്. ഞങ്ങളത് വിടുന്നില്ല. ഞങ്ങൾക്കത് ദിവസം ഓർമ്മയുണ്ട്. ഞങ്ങളതിനെ ഈദാക്കുന്നുണ്ട്. ആഴ്ചയിലും ഈദാക്കുന്നുണ്ട്, വാർഷികത്തിലും ഈദാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, അറഫാ ദിവസമല്ലല്ലോ ഈദ്, പിറ്റേന്നല്ലേ? മഹാന്മാർ പറയുന്നു, ഒരു ദിവസത്തെ പകലിൽ മാസം കണ്ടാൽ ആ മാസം പിറ്റേന്നേക്കാണെന്ന് വെക്കണമെന്നാണ്. പിറ്റേന്നാണ് ആഘോഷം തുടങ്ങേണ്ടത്. ഒരു ദിവസത്തിൻ്റെ പകൽ തുടക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ പകൽ മഗ്രിബോടും, പകലിൻ്റെ തുടക്കവും അന്നത്തെ രാവിൻ്റെ തുടക്കം മഗ്രിബോട് കൂടെയും. അറഫാ ദിവസത്തിൻ്റെ രാവ്, അറഫയിൽ നിൽക്കാൻ പറ്റുന്ന ദിവസമാണ്. ആ രാവ് മുതൽ പിറ്റേന്ന് മഗ്രിബ് വരേക്കുമുള്ള ദിവസം, അതാണ് ഈദ്. ആ ഈദ് ഞങ്ങൾ പരിഗണിക്കുന്നത് ഈ ആയത്ത് ഇറങ്ങിയ ദിവസമാണ് എന്ന നിലക്കും കൂടി ഈദ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു സിയാദത്തിൽ ഈമാനി വ നുക്സാനിഹി എന്ന ബാബിൽ എന്തിനു കൊണ്ടുവന്നു? എന്താണ് മുനാസബത്ത്? പ്രസക്തമായ ചോദ്യമാണ്. അതിനേക്കുള്ള മറുപടി, ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത് ഇമാം ബുഖാരി മനഃപൂർവ്വം ഉദ്ധരിച്ചതാണ്. എന്താണ് ബന്ധം സിയാത്തുൽ ഈമാൻ നുക്സാനുമായി? ബഹുമാനപ്പെട്ട അറഫാ ദിവസവും അതിനോട് അനുബന്ധിച്ച് വരുന്ന പിറ്റേന്ന് വരുന്ന പെരുന്നാളും വലിയ പെരുന്നാൾ ദിവസവും, അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളും, അത് മുഅ്മിനീങ്ങൾക്ക് വെള്ളിയാഴ്ച ഈദാണ്. മുഅ്മിനീങ്ങൾക്ക് വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ദുൽഹജ്ജ് 10 ഈദാണ്. ആ രണ്ട് ഈദിനെയും പരിഗണിക്കുമ്പോൾ അവിടെ പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്നു ഇന്ന് എന്ന് പ്രഖ്യാപിച്ച ദിവസമായതുകൊണ്ട് ആ നിലക്കും കൂടിയും അതിനെ ആഘോഷിക്കുമ്പോൾ മുഅ്മിന്റെ ഈമാൻ അവിടെ കൂടും. വെള്ളിയാഴ്ച എന്തായാലും മുഅ്മിനീന്റെ ഈദ് ദിവസമാണ്.
ദുൽഹജ്ജ് 10 മൂമിൻ്റെ ഈദ് ദിവസമാണ്. അത് ഈ ഒരു അനുഗ്രഹത്തെയും പരിഗണിച്ചു കൊണ്ടായിരിക്കുമ്പോൾ അവിടെ ഈമാൻ കൂടലിലേക്ക് കാരണമാകും. അതിൽ വാരിതായ സംഭവ വികാസങ്ങളെ പരിഗണിക്കാതെ അത് വെറും ഒരു ആഘോഷമായി മാത്രം നടത്തുകയാണെങ്കിൽ അവിടെ അവൻ്റെ ഈമാനിക്ക് നുക്സാനും വരുന്നുണ്ട്. മുഴുവനും പരിഗണിക്കേണ്ടതുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയാണ് ഇമാം ബുഖാരി ഈ ബാബിൽ ഈ ഹദീസിനെ കൊണ്ടുവന്നത്. അതോടുകൂടെ ഈ ഹദീസ് ഇതുപോലെയുള്ള ഹദീസുകൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ഇവിടെ ജൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. യഹൂദികളിൽപ്പെട്ട ഒരു റജുല്, പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ആണത്. മുറത്താബിൻ്റെ കാലത്ത് മുസ്ലിമായവരാണ് അവർ. ആ ജൂതനായി കിടക്കുന്ന ഒരു മനുഷ്യൻ, ബഹുമാനപ്പെട്ട ജൂതന്മാർ എല്ലാവരും പറഞ്ഞു എന്നും പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഹദീസുകൾ ധാരാളം ഇതുമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു ആദ്യ ആയത്ത് ഞങ്ങളുടെ മേലിൽ ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ മഹാനവർകൾ ആ ആയത്തേതാണെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. എന്നല്ലാതെ ഞങ്ങൾക്ക് 2 ആഘോഷമേ ഉള്ളൂ, അത് രണ്ടും ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, അത് ഇസ്ലാമിൽ സ്ഥാപിക്കപ്പെട്ടതാണ്, 3ാമത്തൊരു ആഘോഷം ഞങ്ങൾക്ക് പാടില്ല എന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട മറുപടിയാണ്. ഇന്നത്തെ വഹാബി പുത്തനാശയക്കാർ പറയും പോലെയാണെങ്കിൽ ലോകത്ത് എന്ത് പുതിയതായ അനുഗ്രഹങ്ങൾ സംഭവിച്ചാലും ആ അനുഗ്രഹം ഒന്നും പരിഗണിക്കാൻ പാടില്ല, ഒരു ആഘോഷവും പാടില്ല. ആഘോഷം 2 മാത്രം, 2 പെരുന്നാൾ മാത്രം എന്നുള്ള ഉസൂല് ബാത്തിലാണ്, തെറ്റാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ഏതാണ് ആയത്ത്? അപ്പോൾ അവർ ആയത്ത് ഓതിക്കൊടുത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ ഈ ആയത്ത് ഇറങ്ങി എന്നുള്ള നിലക്ക് തന്നെ വെള്ളിയാഴ്ച ആഘോഷിക്കും, ഈ ആയത്ത് ഇറങ്ങി എന്നുള്ള നിലക്കും കൂടിയും വലിയ പെരുന്നാളിനെയും ആഘോഷിക്കും. യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച അതിൻ്റെ മുമ്പ് തന്നെ വാജിബ് സുന്നത്ത് വാജിബായ ഉള്ള ദിവസമാണ്. അതിലുള്ള അമലുകൾ വാജിബായ അമലുകളാണ്. നിസ്കാരം വാജിബാണ്. അതുപോലെ പെരുന്നാൾ ഹിജ്റയുടെ 2ാമത്തെ വർഷം വാജിബ് സുന്നത്തായതാണ്. അന്ന് മുതൽ പെരുന്നാൾ ആഘോഷം തുടങ്ങിയതാണ് ഹിജ്റയുടെ 2ാമത്തെ വർഷം. മാത്രവുമല്ല അതിൻ്റെ മുൻകാലത്ത് ഇസ്ലാമിൽ ശറഅക്കപ്പെട്ടത് അതാണെങ്കിലും അതിൻ്റെ മുമ്പ് തന്നെ ആഘോഷിക്കപ്പെടുന്ന ദിവസമാണത്. അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ആയത്ത് ഇറങ്ങി എന്നുള്ള നിലക്കും കൂടിയും അവിടെ ഒരു ആഘോഷമുണ്ട്, അതിൻ്റെയും കൂടിയും ആഘോഷമാണ്, വാർഷികമാണ് വലിയ പെരുന്നാൾ, ആഴ്ചയിലുള്ള ആഘോഷമാണ് വെള്ളിയാഴ്ച, ഞങ്ങളതും കൂടിയും പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ അസാധ്യതത്ത് ഇതേ സംഭവം നടന്നൊരു സംഭവമാണ് ആശുറ നോമ്പിൻ്റെ കാര്യം. ആശുറ നോമ്പ് മക്കയിൽ ഖുറൈശികൾ ജാഹിലിയ കാലത്ത് ആഘോഷിച്ചു പോരുന്ന നോമ്പ് അനുഷ്ഠിച്ചു പോരുന്ന ദിവസമാണ് ആശുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിൽ വെച്ച് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന നോമ്പാണ് ആശുറ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന യൗമു ആശുറ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ്യ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമുഹു ഫലമ്മാ ഖദിമൽ മദീനത സ്വാമഹു وأمر بصيامه فلما فرض رمضان ترك يوم عاشوراء فمن شاء صامه ومن شاء تركه.
ബുഖാരി റളിയല്ലാഹു അൻഹു പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം ജാഹിലിയ കാലത്ത് വരെ അനുഷ്ഠിച്ചിരുന്ന നോമ്പാണ് ആശുറ നോമ്പ്. ഖുറൈശികൾ നോറ്റിരുന്നതാണ്. നബി തങ്ങൾ ഹിജ്റന്റെ മുമ്പ് തന്നെ നോമ്പ് നോറ്റതുമാണ്. മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ നോമ്പ് സുന്നത്തായി നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം പരിശുദ്ധ റമളാനെ നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് ആശുറ നോമ്പ് സുന്നത്തേ ഉള്ളൂ. ആദ്യമായി മുസ്ലിമീങ്ങളെ മേൽ വാജിബായ നോമ്പ് റമളാൻ തന്നെയാണ്. ഇതാണ് ഷാഫി മദ്ഹബ്. ഹനഫി മദ്ഹബിൽ റമളാൻ്റെ മുമ്പ് ആശുറ നോമ്പ് നിർബന്ധമായിരുന്നു. ഏതായാലും ഇവിടെ അംറുണ്ട്, നമ്മൾ അറിയാം അംറ് ബിൻ അംറാണ്. ഇത് റമളാൻ വുജൂബായപ്പോൾ ഒന്നുകൂടി തഖ്ഫീഫ് ചെയ്തു. ഫമൻ ഷാ സ്വാമഹു വമൻ ഷാ തറക്കഹു, നിങ്ങൾ നോറ്റോളി, എല്ലാത്തവരും നോൽക്കണ്ട എന്നുള്ള അവസ്ഥയിലെത്തി. എന്നാൽ ഇങ്ങനെയുള്ള ഒരു നോമ്പിൻ്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നു. അവർ നോൽമ്പ് നോൽക്കുന്നവർ കണ്ടു. ജൂതന്മാർ അന്ന് നോൽക്കുന്നുണ്ട്. അവരോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ നോൽമ്പ് നോൽക്കുന്നത്? ഫഖാലു, അപ്പം അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീമുൻ, ബുഖാരിൻ്റെ റിവായത്താണ്. വഹുവ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസാ വഅഗ്റക ആല ഫിർഔന فصام موسى شكرا لله فقال أنا أولى بموسى منهم فصامه وأمر بصيامه. കണ്ടോ, ജൂതന്മാര് ആശുറ ദിവസം നോമ്പ് നോക്കുന്നത് കണ്ടപ്പോൾ അവർ നബി തങ്ങളോട് പറയാണ്, ഇത് വല്ലാത്തൊരു ദിവസമാണ്, യൗമുൻ അളീമുൻ, അളീമായ ദിവസമാണ്. ആ ദിവസത്തിൽ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുകയും ഫിറൗനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്. അന്ന് അള്ളാഹ്ക്ക് ശുക്രിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് അനുഷ്ഠിച്ചു പോന്നു എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ നോൽക്കുന്നത്. റസൂലുള്ള പറഞ്ഞ എന്താ? അനാ ഔലാ ബി മൂസാ മിൻഹും, ജൂതന്മാരെക്കാളും മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്. ജൂതന്മാർക്ക് മൂസാ നബിയുമായി ഒരു ബന്ധവുമില്ല, എന്നെക്കാളും ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ആ നോമ്പ് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ള ആദ്യേ നോറ്റിരുന്ന നോമ്പ്, അതിനേക്ക് ഇങ്ങനെ ഒരു ഫളലുണ്ട്. മൂസാ നബി രക്ഷപ്പെടുത്തിയ ദിവസം എന്നുള്ള പ്രത്യേകത ഉണ്ട്. മൂസാ നബി നോമ്പ് നോറ്റിരുന്ന ദിവസമാണ്. എന്നാൽ ഞാനും ആ നിൽക്കും കൂടി നോമ്പ് നോൽക്കുകയാണ്, എല്ലാവരും നോറ്റോളി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം മുഹറം കഴിഞ്ഞ് സഫർ റബീഉൽ അവ്വൽ റസൂലുള്ളാഹി വഫാത്താകാണ്. ആ മുഹറത്തിൽ നബി തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, ഈ ദിവസം ജൂതന്മാർ വല്ലാതെ ആദരിക്കുന്ന ദിവസമാണ്, അന്ന് നമ്മൾ അവരോടുള്ള മുവാഫഖത്ത് വേണോ? നബി തങ്ങൾ പറഞ്ഞു, അന്ന് എന്തായാലും നോമ്പ് നോക്കണം. അടുത്ത വർഷം ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ 9 കൂടി നോൽക്കും. പരിവാരത്തെ കാണാ 11 നോൽക്കും. അതുകൊണ്ട് 9ഉം 10ഉം നോൽക്കണം, അല്ലെങ്കിൽ 10ഉം 11ഉം നോൽക്കണം. ജൂതന്മാരോടുള്ള മുവാഫഖത്ത് ഒഴിവാകാൻ വേണ്ടി 10 ഒഴിവാക്കിക്കൂടാ. എന്താണ് ഇവിടെ സംഭവം ഉള്ളത്? അമ്പിയാക്കൾക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് ഒരു അനുഗ്രഹം അല്ലാഹു നൽകിയത് ആ ദിവസത്തിൻ്റെ ഒരു ഫളലാണത്. ആ ഫളല് ആവർത്തിച്ച് വരുന്ന എല്ലാ ആശുറാനിക്കുമുണ്ട്. അത് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കണം. ഇതുകൊണ്ടല്ലേ മഹാന്മാരായ നമ്മുടെ അസാധ്യത ഉസ്താദന്മാർ ആശുറാന്റെ പവർ പറയുമ്പോൾ ഇതും പറയും. അതിൻ്റെ മുമ്പുണ്ടായിരുന്ന അനുഗ്രഹങ്ങളും പറയും. ആശുറാന്റെ പ്രത്യേകതകൾ ധാരാളമുണ്ട്. എത്രത്തോളം നമ്മുടെ ഇമാമിയങ്ങൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബയിൽ കൊല്ലപ്പെട്ട ദിവസമായതുകൊണ്ട് അവരുടെ ആണ്ടിൻ്റെ ദിവസം എന്ന പ്രത്യേകതയും അതിനെക്കൊണ്ട്.
ഇങ്ങനെ ഓരോരോ ദിവസങ്ങളെ ഹദീസിൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഓരോരോ ദിവസങ്ങളിലും നടക്കുന്ന പ്രത്യേക കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഫളിലുകൾ ആവർത്തിച്ച് വരുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഹദീസുകളിൽ പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ഉസൂല് എന്താണ്? ഒരു ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം, ഒരു അനുഗ്രഹം നടക്കുമ്പോൾ അതിൻ്റെ ഫളായിലുകൾ ആവർത്തിച്ച് വരുന്ന ആഴ്ചകൾക്കും അതുപോലെ കൊല്ലത്തിൽ ആവർത്തിച്ച് വരുന്ന ദിവസങ്ങൾക്കും അതിൻ്റെ ഫളിലുണ്ടാകും. അത് ആഘോഷിക്കേണ്ടതാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ ലോക മുസ്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായ ദിവസം അത് തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ച രാവിനിക്കും പകലിനിക്കും വലിയ പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് സുബഹിയോടടുത്ത സമയമാണ്. അത് സുബഹീൻ്റെ മുമ്പാവാം, സുബഹീൻ്റെ ശേഷമാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റാജ് സുബഹീൻ്റെ തൊട്ട് മുമ്പാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ജനിച്ചതായ ആ ദിവസത്തിൻ്റെ ഫളായിൽ എല്ലാ ദിവസവും അതിനെക്കൊണ്ട് സുൽസുല്ലൈലുൽ അഖീർ ദുആക്ക് ഇജാബത്തുള്ള ദിവസ സമയമായി പ്രഖ്യാപിക്കാനുള്ള കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂജാതരായ റസൂലുള്ളാഹി തങ്ങൾ ഈ ഭൂമിയിലേക്ക് റഹ്മത്തുൽ ലിൽ ആലമീനായി ജനിച്ചു വന്ന ദിവസമാണ്. അത് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ കിതാബുകളിൽ. എന്നാൽ പിന്നെ അവിടെ ചോദിക്കാനുള്ള ചോദ്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരണ്ടേ? സ്വഹാബത്ത് കാണിച്ചു തരേണ്ടതല്ലേ? താബീങ്ങൾ കാണിച്ചു തരേണ്ടതല്ലേ? ചില ദിവസങ്ങളുടെ പ്രത്യേകതകൾ, അത് പ്രത്യേകതകൾ ഉണ്ടാവലോട് കൂടെ തന്നെ അത് ആരെങ്കിലും അത് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളെ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നേ ഉണ്ടാവുള്ളൂ. ഏത് പ്രകാരം? ഇവിടെ പറഞ്ഞ ഈ ബുഖാരി ഇമാമ് പറഞ്ഞ് നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഹദീസിൽ നബി തങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല ഈ ദിവസം ഒരു പ്രത്യേക ദിവസമാണ്. എല്ലാ കൊല്ലവും പെരുന്നാൾ കഴിക്കുമ്പോൾ, എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅസ്കരിക്കുമ്പോൾ വെള്ളിയാഴ്ചൻ്റെ ഫളായിൽ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ജൂതൻ ചോദിക്കുമ്പോഴാണ് അതിന് ഫളായിലുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു സമ്മതിക്കുന്നത്. ആ നിലക്ക് തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ആശുറ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആദ്യം തന്നെ. പക്ഷെ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. മൂസാ നബി രക്ഷപ്പെടുത്തിയ ദിവസം, ഫിറൗനെ മുക്കിക്കൊന്ന ദിവസം എന്നൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നപ്പം ആ പ്രത്യേകത പ്രത്യേകം പരിഗണിക്കേണ്ടവൻ ഞാൻ തന്നെയാണ്. നോട്ടോളി മുൻപ് എന്ന മാതിരി പിൽക്കാലത്തുള്ള മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും സ്മരിക്കുന്ന ആ ഒരു കാലം കഴിഞ്ഞു. ജനങ്ങളുടെ കാലം അകന്നപ്പോൾ നബിത്ത ജനങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ഒരു അടുപ്പമുണ്ടാക്കാൻ ഒരു ദിവസം വേണം. ആ ദിവസം മൗലിദിൻ്റെ ദിവസം തന്നെ ആവട്ടെ. അത് മൗലിദിൻ്റെ ദിവസത്തിനേക്ക് കൊല്ലം ആവർത്തിച്ചു വരുന്ന പ്രത്യേകതയുണ്ട്, ആഘോഷ ദിവസമാക്കാം എന്ന് ലോക മുസ്ലിമീങ്ങൾ ഇജ്മായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് പിൽക്കാലത്താണ് വരുന്നത്. അന്നാണ് അതിനേക്കുള്ള പവിത്രത കൊണ്ടിട്ട് തന്നെ ആഘോഷിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ മുസ്ലിമീങ്ങൾ എത്തുന്നത്. തെളിവ് അവിടെ ഉണ്ട്. ഇമാമിങ്ങൾ മുഴുവനും തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്നും അഭിപ്രായ വ്യത്യാസം മുസ്ലിമീങ്ങളുടെ ഇടയിൽ, സുന്നികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷേ അന്തംഗമ്മികൾ, വഹാബികൾ, അതുപോലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും ദീനിൻ്റെ ഉസൂലുകളെയും അറിയാത്തവർ ഖുർആനുണ്ടോ സുന്നത്തുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയായി പറയുകയാണത്. അപ്പം അതിൻ്റെ പ്രത്യേകതകൾ ആദ്യകാലത്തെ ഉണ്ടെങ്കിലും അതുകൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പിൻഗാമികളാണ്. അതിനൊക്കെ യാതൊരു കുഴപ്പവുമില്ല. അത് മുളഫർ രാജാവ്
അതിനെ വലിയ സംഭവമായി നടത്തിയപ്പോൾ ലോകം അതറിഞ്ഞു, അത് അംഗീകരിച്ചു കൊടുത്തു. ആരും അതിനെ വിമർശിച്ചില്ല. ഇന്ന് ലോകം മുഴുവനും അത് ജനങ്ങളിലേക്ക് നബി തങ്ങളെ സംബന്ധിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക മാസവും ദിവസവുമാക്കി മാറ്റി. അത് അത്യാവശ്യ ഘട്ടത്തിലാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്നത്. ആദ്യ കർണിക്ക് നബി തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കർണിനിക്കും മൂന്നാമത്തെ കർണിനിക്കും അതിൻ്റെ ആവശ്യമില്ല. പിൽക്കാലത്ത് നബി തങ്ങളെ തൊട്ട് പ്രത്യേകമായി ഉത്ബോധിപ്പിക്കേണ്ട, നബി തങ്ങളെ ഔസാഫിനെ സംബന്ധിച്ച്, നബി തങ്ങളുടെ മുജിസാത്തിനെ സംബന്ധിച്ച്, നബി തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കേണ്ട, മനസ്സിലാക്കി കൊടുക്കേണ്ട ഘട്ടം വന്നപ്പം അതൊരു പ്രത്യേകമായ ആഘോഷ ദിവസമായി വരികയാണ്. അതിനേക്ക് ശറയിൽ തെറ്റില്ല. ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോഴാണ് ആ പ്രത്യേക പരിഗണനയിൽ ചിലപ്പോൾ പരിഗണിക്കപ്പെടുക. അങ്ങനെയുള്ള ധാരാളം ആഘോഷ ദിവസങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാന ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിൻ്റെ ദിവസം. അത് മീലാദി എന്നാവട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് അദ്ദബ്ബാഗ് മഹാനവർകൾ അവിടെ ഇബ്രീസിൽ പറയുന്നത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടന്നത് റബീഉൽ അവ്വൽ 7-നാണെന്നാണ്. അത് 8-നാണെന്ന് പറഞ്ഞവരുണ്ട്. അധിക ഇമാമിങ്ങളും പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ്. എന്നാണെങ്കിലും എല്ലാ ദിവസവും എനിക്ക് പ്രത്യേകതയുണ്ട്. ആ ദിവസത്തിനിക്ക് ആ ഒരു ദിവസത്തിൽ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അവരുടെ ഇബ്രീസ് 219 നബി തങ്ങൾ ജനിച്ചത് രാത്രിയോ പകലോ സുബൈൻ്റെ മുമ്പോ ശേഷമോ എന്നുള്ള ചർച്ച. സുബൈയുടെ തൊട്ട് മുമ്പ് പ്രസവിച്ചെങ്കിലും ഹലീമ ആമിന റളിയല്ലാഹു അൻഹ പ്രസവവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രസവത്തിൻ്റെ ശേഷം പുറപ്പെടേണ്ട മശീമത്തും മറ്റതെല്ലാം പുറപ്പെട്ട് പൂർണ്ണമായി പ്രസവത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സുബൈയുടെ ശേഷവുമാണ് എന്നുള്ളെല്ലാം തഹ്ഖീഖ് പറഞ്ഞതിൻ്റെ ശേഷം മഹാനവറുകൾ പറയുന്നു, ആ നബി തിൽക സഅ يجتمع أهل الديوان من أولياء الله تعالى من سائر أقطار الأرض. ആ ഒരു പ്രത്യേകമായ സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ചതായ സമയം, ആ പ്രത്യേക സമയം വല്ലാത്തൊരു സമയമാണത്. ലോകം പ്രതീക്ഷിച്ച, ലോകത്തിനിക്ക് വേണ്ട, ഈ ലോകത്തിനിക്ക് തന്നെ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായി ഈ ലോകത്തേക്ക് വരുമ്പോൾ ലോകം മുഴുവനും ആ സമയം ആദരവുള്ളതായി മാറുകയാണ്. ലോകത്തിനിക്ക് മുഴുവനും പ്രത്യേകത വരികയാണ്. ആരാണ് ഇവിടെ ലോകത്ത് വരുന്നത്? ഈ ലോകത്തിൻ്റെ നായകൻ, ഈ ലോകത്തിനിക്ക് റഹ്മത്തായി അള്ളാഹു അയച്ചവർ. നബി തങ്ങളെ കുറിച്ച് കഴിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ജനിച്ച ആ സമയം, ഞാനിത് പറയുന്നത്, ആ ജനിച്ച സമയം എന്ന് പറയുന്നത് മക്കയിൽ സുബഹിയുടെ തൊട്ട് മുമ്പാണെങ്കിൽ, ആ സമയത്ത് ഇന്ത്യയിലാണെങ്കിലോ സുബഹിയുടെ ശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓരോരോ സ്ഥലത്തും തന്നെ ഉദയാസ്തമയം അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ രാത്രിയുടെ ഉള്ളിലാണെങ്കിൽ, കിഴക്കൻ ഭാഗങ്ങളിൽ രാത്രിയുടെ ശേഷമായിരിക്കും. ആദ്യമായി ഉദിപ്പ് നടന്ന കിഴക്കൻ ഭാഗങ്ങളിൽ സുബഹിയുടെ തൊട്ട് മുമ്പ് പകലായി മാറും, പ്രസരിച്ചിരിക്കും. മക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലത്തെല്ലാം ആ സമയം രാത്രിയായിരിക്കും. അങ്ങനെ എല്ലാ സമയവും ഓരോരോ നാട്ടിൽ ഏത് സമയമാണോ നബി തങ്ങൾ മക്കയിൽ പ്രസവിച്ച് വീഴുന്നത് എങ്കിൽ, പ്രസവിച്ച് വരുന്നത് എങ്കിൽ, ആ സമയം ലോകം മുഴുവനും മുബാറക്കാണ്. ആ സമയമാണ് പരിഗണിക്കേണ്ടത്. സുബഹിയുടെ തൊട്ട് മുമ്പ് മക്കയിൽ നടന്ന ജന്മത്തിനിക്ക് എന്തിനാണ് കേരളത്തിൽ സുബഹിയുടെ മുമ്പ് മൗലൂദ്, ആ സമയം പ്രത്യേകം ദുആ ചെയ്യുന്നതും മൗലൂദ് ഓതുന്നതും? കാരണം ലോകത്തേക്ക് മുഴുവനും അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മക്കയിൽ സുബഹിയുടെ തൊട്ട് മുമ്പ് വളർന്നു വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ 2.5 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ രാത്രി 2.5 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ സുബഹിൻ്റെ ശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇന്നത്തെ സമയം കൊള്ള നോക്കുമ്പം ഇന്ന് പറയുന്നത് 10-ാം മാസം 7-ാമത്തെ ഡേറ്റിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് കേരളത്തിൽ 5 മണിക്കാണ്. ഏകദേശം മക്കയിലും വന്ന് സുബഹി ബാങ്ക് കൊടുക്കുന്നത് 5 മണിക്കാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച് വീഴ ആ പ്രത്യേകമായ സമയം മക്കയിൽ 5 മണിയാണെങ്കിൽ, അല്ലെങ്കിൽ 5 മണിയുടെ മുമ്പ് ഒരു 4:30 മണിയോ 4:45 ആണെങ്കിൽ അത് കേരളത്തിൽ 7:30 മണിയാണ്. രാവിലെ 7:30 മണിയാണ് ആ സമയമാണ് പരിഗണിക്കേണ്ടത്. ആ സമയത്ത് ആണ് നബി തങ്ങൾ ലോകത്തേക്ക് വീഴുന്നത്. ലോകം മുഴുവനും ശറഫാക്കപ്പെടുന്നത് ഒരേ സമയത്താണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഫീ തിൽക സഅ യജ്തമിഉ അഹ്ലുദ് ദീവാൻ മിൻ ഔലിയാഇല്ലാഹി തആല മിൻ സായിരി അഖ്താരിൽ അർള്. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ എല്ലാ ഔലിയാക്കളും ആ സമയത്ത് ഒരുമിച്ച് കൂടും. വഫീഹിം അൽ ഗൗസു വൽ അഖ്താബു സബ്അ. അതിൽ ഗൗസ് ഉണ്ട്, 7 കുത്തുബുകളുമുണ്ട്. വ അഹ്ലുദ് ദായിറതി വൽ അദദി. അങ്ങനെയുള്ള ഔലിയാക്കളുടെ ഏതെല്ലാം വിഭാഗമുണ്ടോ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെല്ലാവരും ഒരുമിച്ച് കൂടും. അവരെല്ലാവരും അഹ്ലുദ്ദീവാനാണ്. അഹ്ലുദ്ദീവാൻ എന്ന് ആരൊക്കെ എന്ന് ഇബ്രീസിൽ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്നുള്ള പ്രമുഖരാണവർ. വയകൂനു ഇസ്തിമാഉഹും ബിഗാരി ഹിറാ ഖാരിജ മക്ക. മക്കയുടെ മക്കയുടെ പുറത്തുള്ള ഓർ ഹിറായിലാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടൽ. ഹുമുൽ ഹാമിലൂന ലിഉമൂദി നൂറിൽ ഇസ്ലാം. നൂറുൽ ഇസ്ലാമിൻ്റെ അമൂദിനെ വമിൻഹുമുൽ ഹാമിലൂന ലിഅമൂദി നൂറിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ നൂറിൻ്റെ അമൂദ് തൂണിനെ ഏറ്റിയവരാണവർ. വമിൻഹും തസ്തമിദ്ദു ജമീഉൽ ഉമ്മ. എല്ലാ ഉമ്മത്തും ഇസ്തിംദാദ് ചെയ്യുന്നത് അവരിൽ നിന്നാണ്. ഫമൻ വാഫഖ ദുആഉഹു ദുആഅഹും ووقوفهم في تلك الساعة أجاب الله دعوته وقضى وطره. അങ്ങനെ ആ നബി തങ്ങളെ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രമുഖരായ അസ്രിജാലുൽ ഗൈബിൽപ്പെട്ട എല്ലാ ഔലിയാക്കളും ഹിറായിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരോട് ആരെല്ലാം ദുആ ഒത്തോ, ആരെല്ലാം അവർ നിൽക്കുന്ന സമയത്ത് ഉണർന്ന് ഇബാദത്തിലായിരുന്നു, അവരുടെ എല്ലാവരുടെയും ദുആക്ക് ഇജാബത്ത് നൽകുകയും അവരുടെ എല്ലാവിധ ഹാജത്തുകളെയും പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുന്നതാകുന്നു. അല്ലാഹു തആല അവരുടെ ഹാജത്തിനെ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. വകാന റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. യദുല്ലുനാ അലാ ഖിയാമി ഹാദിഹി സാഅത്തി കസീറാ. ഈ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി പ്രത്യേകമായി ഞങ്ങൾക്ക് അറിവ് നൽകുന്നവരായിരുന്നു. വയഖൂലു ലനാ. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ശൈഖ് അവர்கள் പറയും, ഇന്നൽ ഫജ്റ യത്ലു ബിമക്കത ഖബ്ല തുലൂഇഹി ബിമദീനത്തി ഫാസ്. ഫാസ് എന്ന് പറയുന്ന മദീന മൊറോക്കോയിൽ പെട്ടതാണ്. മൊറോക്ക മക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ സുബഹിയായതിൻ്റെ ശേഷമേ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഫാസിൽ മൊറോക്കോയിൽ സുബഹിയാകുകയുള്ളൂ. അതുകൊണ്ട് മക്കയിൽ ഇതിൻ്റെ മുമ്പ് ഫജ്ർ ഉദിക്കും. ഫറാഖിബു ഫീ ഖിയാമിക്കും ഫജ്റ മക്ക. മക്കയുടെ ഫജ്റിനെയാണ് നിങ്ങളുടെ ഖിയാമിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത്. വഅമലു അലൈഹി. അതിൻ്റെ മേൽ നിങ്ങൾ അമൽ ചെയ്യുകയും വേണം എന്ന് പ്രത്യേകമായി മഹാനവർകൾ ഞങ്ങളെ ഉണർത്തലുണ്ടായിരുന്നു. ഇതൊരു അസിലാണ്.
വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത് റബീഉൽ അവ്വൽ 12 എന്നോ റബീഉൽ അവ്വൽ 7 എന്നോ റബീഉൽ അവ്വൽ 5 എന്നോ അല്ല, 355 ദിവസങ്ങളിലുമുള്ള പ്രത്യേകതയാണത്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുന്ന ആ സമയത്ത് ഹിറായിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഭൂമിയുടെ ഏതെല്ലാം ഭാഗത്ത് ആരെല്ലാം ഒരുമിച്ച് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബാദത്ത് ദുആ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചോ അത് മുഴുവനും പൂർത്തിയാക്കപ്പെടും. റിജാലുൽ ഗൈബ് റിജാലുൽ ദീവാനോട് ഒത്തുവരുന്ന സമയമാണത് എന്ന് മഹാനവർ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലേക്ക് പ്രസവിച്ച് വരുന്ന ആ ഒരു സമയത്തെ പരിഗണിച്ചുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12-നാണെങ്കിലും മറ്റു ദിവസങ്ങളിലാണെങ്കിലും സുബഹിൻ്റെ മുമ്പ് മൗലൂദ് ഓതുന്നത് എങ്കിൽ, സുബഹിൻ്റെ മുമ്പ് ദുആ ചെയ്യുന്നത് എങ്കിൽ, സുബഹിൻ്റെ മുമ്പ് അശ്റക്ക് ചെല്ലുന്നത് എങ്കിൽ, സുബഹിൻ്റെ മുമ്പ് സലാം ബൈത്ത് ചെല്ലുന്നത് എങ്കിൽ, സുബഹിൻ്റെ മുമ്പ് തങ്ങളെ മേൽ സലാത്ത് ചെല്ലുന്നുവെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. കാരണം ആ സമയത്തല്ല, ഓരോരോ നാടുകളിലും മക്കയിൽ ഫജ്റായ സമയം എപ്പോഴാണോ ആ സമയമാണ് ലോകത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദ് കൊണ്ട് സർഫായ സമയം. ആ സമയത്തെയാണ് പരിഗണിക്കേണ്ടത്. അത് ലോകത്ത് പിൽക്കാലത്ത് വന്നതല്ലേ എന്ന് പറഞ്ഞ് തള്ളേണ്ടതില്ല. ഓരോന്നിനും ഇന്നൊരു നിഅമത്തുണ്ടായത് കൊണ്ട് ആഘോഷിക്കേണ്ടതുണ്ട് എന്ന് ആരെങ്കിലും പറയുമ്പോൾ അപ്പം അത് പ്രത്യേകമായി പരിഗണിച്ച് വരൽ സ്വഹാബത്തിൻ്റെ നബി തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. അത് മുറുകെ പിടിക്കുകയാണ് വേണ്ടത്.